الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, സൂറ നിസാ 56-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും സത്യനിഷേധികൾ, അവിശ്വാസികളായ ആളുകൾ. എന്തിനെയാണ് അവർ അവിശ്വസിച്ചത്? ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയത്തുകളെ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ. സൗഫ നുസ്ലീഹിം നാറ, ഭാവിയിൽ അവരെ നമ്മൾ നരകാഗ്നിയിൽ കത്തിജ്വലിപ്പിക്കുന്നതാണ്. അസ്വലായുസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? അതിലെരിച്ചു കളഞ്ഞു എന്നൊക്കെയാണ്. സ്വലിയ യസുലന്നാറുൽ കുബറ ഉണ്ടല്ലോ, അന്നാറുൽ കുബറ. നുസ്ലീഹിം, നാം അവരെ നരകത്തിൽ എരിച്ചു കളയുന്നതാണ്. കുല്ലമാ നളിജത്ത് ജുലൂദുഹും, അങ്ങനെ അവിശ്വാസികൾ നരകത്തിൽ കിടന്ന് നരകശിക്ഷ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നളിജത്ത് ജുലൂദുഹും, അവരുടെ തൊലികളെല്ലാം വെന്ത് പാകമായാൽ. നളിജ എന്ന് പറഞ്ഞാൽ അതാണ്, വലൈക്കും സലാം, അത് വെന്ത് പാകമാവുക, തൊലി. അങ്ങനെ നളിജത്ത് ജുലൂദുഹും, അവരുടെ തൊലികളെല്ലാം തന്നെ അത് വെന്ത് പാകമായി കഴിഞ്ഞാൽ ബദ്ദൽനാഹും, നാം അവർക്ക് മാറ്റി കൊടുക്കുന്നതാണ്. എന്ത്? ജുലൂദൻ ഗൈറഹ,
അതല്ലാത്ത മറ്റു തൊലികളെ നാം അവർക്ക് മാറ്റിക്കൊടുക്കും. എന്തിനു വേണ്ടിയാണത്? ലിയദൂഖുൽ അദാബ്, അവർ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നമ്മുടെ ശരീരാവരണമായ തൊലി. നമ്മുടെ ശരീരത്തിന് ശരിക്കും പ്രൊട്ടക്ഷൻ നൽകുന്ന എന്താണ്? നമ്മുടെ തൊലിയാണ്. പൊള്ളലൊക്കെ ഏറ്റ ആളുകൾ കണ്ടിട്ടില്ല നിങ്ങൾ? മുഴുവൻ ശരീരത്തിൽ പൊള്ളലേറ്റാൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ഈ പ്രതിരോധിക്കാനുള്ള തടസ്സം, പ്രതിരോധത്തിനുള്ള കഴിവ് പെട്ടെന്നില്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? വേദന എവിടെ അനുഭവപ്പെടുക? നമുക്ക് തൊലിപ്പുറത്താണ് അനുഭവപ്പെടുക. അപ്പോൾ ശരിക്ക് ഈ ശിക്ഷയുടെ വേദന അത് അനുഭവിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൊലി നരകത്തിൽ കിടന്ന് പാകമായി കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും മാറ്റിക്കൊടുക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ മനുഷ്യന് അവൻ്റെ ശാരീരിക പ്രകൃതിയുടെ ഒരു ശാസ്ത്ര സത്യം കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നാണ്. അല്ലാഹു നമ്മെ അത്തരത്തിലുള്ള ശിക്ഷയിൽ നിന്നും നരകാഗ്നിയിൽ നിന്നുമൊക്കെ തന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരക ശിക്ഷയെക്കുറിച്ച് വിവിധ തലങ്ങളിൽ വിവിധ രീതികളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കണം ഈ ദുനിയാവിൽ നിന്നുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചെയ്തികളും. നരകത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ഫമൻ സുഹ്സിഹ അനിന്നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയം മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു ഒരുക്കിയിട്ടുള്ള ആളിക്കത്തുന്ന നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും എന്നിട്ട് അവൻ ഒരുക്കി വച്ചിട്ടുള്ള അനശ്വര സുഖാനന്ദത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ്. അതിന് കഴിഞ്ഞാൽ ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവനാണ് യഥാർത്ഥ വിജയം കൈവരിച്ചവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും അതിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കണം. നരകത്തിൽ നിന്ന് കാവൽ തേടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പ്രാർത്ഥനയായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറ അൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗം. അവർ എന്തിൽ നിന്നാണ് അഭയം തേടുന്നത്? അള്ളാഹുവിനോട് കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അഭയം തേടുകയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന യഖൂലൂന, എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാകും. അതേപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത്തൽ ഫിർദൗസൽ അഅലാ യാ റബ്ബൽ ആലമീൻ. പരമോന്നതമായ നിൻ്റെ സ്വർഗീയ പറുദീസ ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ എന്നും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. മാത്രമല്ല നമ്മുടെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിച്ചു കളയുന്ന ചെയ്യുന്നത്. തൊലി ഉരിച്ചു കളഞ്ഞുകൊണ്ടാണ് രണ്ടാമത് നരകത്തിൽ. സാധാരണ ഇപ്പോൾ ഇവിടെ ഒരു തീയിലിട്ടാൽ എന്താ ചെയ്യുക?
കത്തിക്കരിയാണ് ചെയ്യുന്നത്. എല്ലാറ്റിനെയും തീ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. എല്ലാ ദിവസവും ഉപയോഗിക്കുന്നൊരു സാധനമാണ് എന്ത്? തീ. പക്ഷെ ആ തീ നിയന്ത്രണം വിട്ടാൽ എന്ത് ചെയ്യും? ഇതാകെ കത്തും. ഇപ്പം അമേരിക്കയിൽ കണ്ടില്ലേ കേട്ടോ, എന്തൊക്കെ നിയന്ത്രിക്കാൻ കഴിയണ മനുഷ്യന്മാർ നോക്കൂ. എത്ര ഇത് ആ ഏരിയൻ്റെ ഒക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കിയില്ലേ? പഠിച്ചോന് തന്നെ വലിയ വലിയ ആളുകൾ താമസിക്കുന്ന ഏരിയ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക എന്നല്ല. എത്ര വലിയ വൻ ശക്തികളാണെന്ന് പറഞ്ഞു നിന്നിട്ടൊന്നും കാര്യമില്ല. വൈദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹിൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, വൈദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ, ഒരു നാട്ടുകാരെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, അമർന മുത്രഫീഹ ഫഫസഖൂ ഫീഹ, അവിടെയുള്ള ആഡംബരപ്രിയരായ ആളുകൾ അവരിങ്ങനെ താന്തോന്നികളായി ജീവിക്കും, അധർമ്മകാരികളായി ജീവിക്കും. ലക്കും ലഗാനവുമില്ലാത്ത ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. അമർന മുത്രഫീഹ, മുത്രഫീഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡംബരം, സുഖലോലുപത, അതിൽ കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ. വേറൊരു കിറാത്തും കൂടി ഉണ്ട് അതിന്. അമർന മുത്രഫീഹ, അമർന മുത്രഫീഹ, നാം അവരോട് കൽപ്പിക്കുമെന്നാണ്. അമർന മുത്രഫീഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുഖലോലുപരായ ആഡംബരപ്രിയരായ ആളുകളെ നാം അവിടുത്തെ ഭരണാധികാരികളാക്കും, അമീർമാരാക്കും. അവിടുത്തെ അമീർമാരാക്കുക അമർന, അവിടുത്തെ ഭരണാധികാരികൾ മാറി വരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവർക്ക് ശിക്ഷ നൽകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ ആയത്തൊക്കെ ഏത് കാലത്ത് ഓതുമ്പോഴും നമുക്ക് ഇന്നത്തെ സംഭവമായി ഇങ്ങനെ ബന്ധപ്പെടുത്തി നോക്കാൻ കഴിയും. അമേരിക്കയിൽ ഇപ്പോൾ ഭരണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. പല കാര്യങ്ങളും നടപ്പിലാക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ സംഗതികൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, നേരിൽ പഠിച്ചവനിങ്ങനെ കാണിച്ചു കൊടുക്കുക. അമർന മുത്രഫീഹ ഫഫസഖൂ ഫീഹ ഫഹഖ അലൈഹിൽ ഖൗൽ ഫദമ്മർനഹാ തദ്മീറ. അവിടെ മാത്രമല്ല, എവിടെ നടന്നാലും ഇത് നമ്മൾ അതിലൊരു പാഠമായി അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ. എല്ലാറ്റിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവരാണ് ആര്? വിശ്വാസികൾ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇവിടുത്തെ തീ മനുഷ്യനെ കരിച്ചു കളയും. പക്ഷേ അള്ളാഹുവിൻ്റെ അഗ്നി, നാറുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പഠിച്ചോ. പരലോകത്തുള്ള അഗ്നിയെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഷഹറുല്ലാ എന്ന് പറയുന്നില്ലേ? ഷഹറുല്ല ഏതാണ്? ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹിൻ്റെ മാസമാണിത്. മുഹറം മാസം, പവിത്ര മാസം എന്ന് അള്ളാഹുലേക്ക് ചേർത്തി ആ മാസത്തെ പറയുന്നുണ്ട്. അതേപോലെ അള്ളാഹു നാറുല്ലാഹി അൽ മുഖദ അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ എന്ന് പറയുന്നുണ്ട്. കത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അഗ്നിയാകുന്നു അത്. നാറുല്ലാഹിൽ മുഖദ. എന്താ അതിൻ്റെ പ്രത്യേകത എന്നോ? അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, ഓരോ മനുഷ്യരുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് അത് ആളിപ്പടർന്ന് കത്തുമെന്നാണ്. മനുഷ്യനെ ശരിക്ക് യഥാർത്ഥ മനുഷ്യനാക്കുന്നതും അവൻ്റെ മനുഷ്യത്വത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്നതും എന്താണ്? അവൻ്റെ മനസ്സാണ്. അപ്പോൾ അവിടേക്ക് ആളിക്കത്തുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നരകാഗ്നി അവിടെ എന്ത് ചെയ്യൂല? ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ മരിച്ചു പോകൂല, കരിഞ്ഞു പോകൂല. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യൻ്റെ ശാരീരിക പ്രകൃതിയാകൂല പരലോകത്ത് ചെല്ലുമ്പോൾ. ഇവിടെ നമ്മളെ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ കരിക്കട്ടയായി തീരും അല്ലേ? അവിടെ എന്തെന്നില്ലേ, ഇവിടുത്തെ തീയിൻ്റെ 70 മടങ്ങ് ശക്തിയുള്ള തീയാണ് അവിടെ ഉള്ളത്. അവിടെ എന്ത് ചെയ്യുന്നില്ല? കരിയുന്നില്ല. ലിയദൂഖുൽ അദാബ്. എന്തിനു വേണ്ടിയാണ്?
ശിക്ഷയെ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് പഠിച്ചോൻ അങ്ങനെ. അവരുടെ തൊലിപ്പുറങ്ങൾ എന്ത് ചെയ്യുന്നു? അത് വെന്ത് പാകമായി കഴിഞ്ഞാൽ വീണ്ടും അവരെ വേദന അനുഭവിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, വേറെ തൊലികളെ നാം അവർക്ക് മാറ്റിക്കൊടുക്കും. ജിൽദ് എന്താണ്? തൊലി. അതിൻ്റെ ബഹുവചന രൂപമായിട്ടാണ് ഇവിടെ എന്ത് പ്രയോഗിച്ചിട്ടുള്ളത്? ജുലൂദ്. ബദ്ദൽനാഹും, അവർക്ക് നാം പകരം വെച്ചു കൊടുക്കും, മാറ്റിക്കൊടുക്കും. ജുലൂദൻ ഗൈറഹാ. ഇവിടെ ഒരാളെ തീ പൊള്ളി വെന്താൽ അയാൾക്ക് രണ്ടാമത് പെട്ടെന്ന് തൊലി ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് തീപ്പൊള്ളലൊക്കെ ഭയങ്കര കരുതേണ്ട സംഗതിയാണ്. ജീവഹാനി സംഭവിക്കാവുന്ന വിധത്തിലുള്ള അപകടങ്ങളാണ്. അല്ലാഹു പറയുന്നത് നോക്കൂ, ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപശാലിയാണ്. അസീസ്, ഹക്കീം, അവനാരാകുന്നു? യുക്തിമാനുമാകുന്നു. സത്യനിഷേധികളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഖുർആൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ എന്തിനെക്കുറിച്ചാണ് പറയാം? സ്വർഗത്തെക്കുറിച്ചായിരിക്കും. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അള്ളാഹു എന്തിനെക്കുറിച്ച് പറയും? രക്ഷയെക്കുറിച്ച് പറയും. അടുത്ത ആയത്ത് തന്നെ പറയുന്നുണ്ട്, വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സനുദ്ഖിലുഹും, നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ആദ്യത്തിൽ സൗഫ എന്നാണ് പറഞ്ഞത് അല്ലേ? നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ്? സൗഫ പറഞ്ഞു. സൗഫ, സീന്, സൗഫ എന്നുള്ളതൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്നൊരു കാര്യം, ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് മുദാരിയായ ഫീലിൻ്റെ കൂടെ എന്ത് പറയുന്നത്? സീന്, സൗഫ, ഭാവിയിൽ, സമീപ ഭാവിയിൽ, ശേഷം. ശേഷം എന്ന് പറഞ്ഞാൽ മരണാനന്തരമാണ് ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തേതിൽ സൗഫ പ്രയോഗിച്ചു, ഇവിടെ സ. അവിടെ സൗഫ നുസ്ലിഹിം നാറ എന്ന് പ്രയോഗിച്ചാൽ ഇവിടെ സ നുദ്ഖിലുഹും, ശേഷം നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. എവിടെ? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ. ജന്നാത്തുകളാണ് സ്വർഗം എന്ന് പറഞ്ഞു. ജന്ന എന്ന് പറഞ്ഞാൽ എന്താ? തോട്ടം. അതിൻ്റെ ബഹുവചനമാണെന്ത്? ജന്നാത്ത്. ജുനൈന എന്നൊക്കെ പറയുന്നില്ല? ജുനൈന, ചെറിയ ചെറിയ ഗാർഡന് അറബിയിൽ എന്താ പറയുക? ജുനൈന എന്നാണ്. ജന്നത്ത്. അപ്പോൾ ജന്നാത്തുകളാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ തോപ്പുകളാണ്. ഇവിടെ മനുഷ്യന് ഏറ്റവും ഹൃദയഹാരിയായി അനുഭവപ്പെടുന്ന, മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, അവൻ്റെ കണ്ണിന് കുളിർമയും മനസ്സിന് സമാധാനവും നൽകുന്നത് എന്താണ്? നല്ല കാണാൻ ഭംഗിയുള്ള തോട്ടങ്ങളായിരിക്കും. പ്രകൃതിയാണ് മനുഷ്യനെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം അല്ലേ? വിനോദയാത്രക്കൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോവുക? കുറച്ച് വെള്ളം, പിന്നെന്ത് വേണം? വെള്ളം, പുല്ലും ചെടിയും തോട്ടങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെയാണ് അധികം ആൾക്കാർ പോകുക. വരണ്ട ഏതെങ്കിലും പ്രദേശത്തേക്ക് വിനോദത്തിന് പോകും? ഇല്ല. അപ്പോൾ ഇത് മനുഷ്യ മനസ്സിൻ്റെ തന്നെ ഒരു താല്പര്യവും തേട്ടവുമാണ്. അതുകൊണ്ടാണ് പഠിച്ചോൻ അവന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായി എന്ത് പറയുന്നത്? സ്വർഗം പറയും. സ്വർഗത്തിൻ്റെ പറ്റി പറയുമ്പോൾ എന്താണ്? അവിടെ തോട്ടങ്ങളാണ്. അത് നമ്മുടെ ഈമാനിനും അമലിനും അനുസരിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. എത്ര ഒരു ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈർ, അണുത്തൂക്കം നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വർഗീയ ജീവിതത്തിൽ അല്ലാഹു അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. സ്വർഗത്തിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭൗതിക ജീവിതം ഒരേ രൂപത്തിലാണോ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്? ആണോ? ഇന്ന് നേരം പുലർന്നാരെ നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരുണ്ടാവും ഇവിടെ അല്ലേ?
അല്ലെങ്കിൽ ഇനി കഴിക്കാനുള്ളവരുണ്ടാകും, കഴിക്കാനിരിക്കുന്നവരുണ്ടാകും. നമ്മുടെ ദിനചര്യകൾ ഒരിക്കലും ഒരേപോലെയാണോ? അല്ല. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ യാത്രയുടെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ സുഖാസ്വാദനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ വ്യത്യസ്തരാണ്. ഒരേപോലെയല്ലല്ലോ. അല്ല. ഇത് പഠിച്ചോൻ ഇവിടെ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളതിനനുസരിച്ച് അത് കിട്ടുള്ളൂ. നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഭൗതിക ജീവിതത്തിൽ അവരുടെ മഈശത്ത് അവർക്ക് നാം ആകുന്നു വീതിച്ചു കൊടുക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടാവും. നമ്മളൊരു ചെറിയ കാറിൽ യാത്ര ചെയ്യും, മറ്റൊരാൾ വലിയൊരു കാറിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഇതാണ് പഠിച്ചവൻ അലോട്ട് ചെയ്തിട്ടുള്ളത്. അത് അള്ളാഹു അയാൾക്ക് അലോട്ട് ചെയ്ത സംഗതിയാണ്. നമ്മൾ അസൂയപ്പെടേണ്ട അതിൽ. വലിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ അസൂയ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കണം, മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറയുന്നത്. ദുനിയാവിൻ്റെ അവസ്ഥ. പരലോകത്തും നമ്മുടെ അമലിനനുസരിച്ച് തന്നെ പഠിച്ചോൻ എന്ത് ചെയ്യുന്നു? ദറജകൾ നൽകുന്നു. സ്വർഗത്തിന് അതുകൊണ്ടാണ് എത്ര പദവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം. അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അരികിൽ സ്വർഗീയ പദവികളാണുള്ളത്. ദറജകളാണ് അവിടെ. സ്വർഗത്തിന് എത്ര ദറജകളുണ്ട്? നമുക്ക് പോകാനുള്ള സ്ഥലമാണ്. കൃത്യമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊക്കെ പഠിച്ചു നോക്കണം. ഖുർആനിൽ പറഞ്ഞ സ്വർഗം എന്താണ് എന്ന് കൃത്യമായി നമ്മളുണ്ട് അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് കിട്ടണമെന്ന ആ ലക്ഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കേന്ദ്രീകരിക്കേണ്ടത്. നരകശിക്ഷ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന് പഠിച്ചവനെ രക്ഷപ്പെടണമെന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്വർഗത്തിന് എത്ര തട്ടുകളുണ്ട്? 100 തട്ടുകളുണ്ട്. കാരണം എന്താ? നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. വൈന്ന സഅയക്കും ലശത്താന. നിങ്ങളുടെ സഅയ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ അധ്വാനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഈ ദുനിയാവിൽ വ്യത്യസ്തമായതുപോലെ തന്നെ പരലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനങ്ങളും വ്യത്യസ്തമാണ്. ഇന്നൊരു ദിവസം സുബഹി മുതൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പരലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വ്യത്യസ്തങ്ങളല്ലേ? എല്ലാവർക്കും ഒരേ കൂലി ഉണ്ടാകുക? അത് ഓരോരുത്തരുടെ ഈമാനും ഇഖ്ലാസും ഒക്കെ അനുസരിച്ച് തന്നെയാണ് അതിന് കൂലി തരിക. അള്ളാഹ് എത്ര നീതിമാനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും 2 റക്അത്ത് തന്നെയാണ് സുബഹി നിസ്കരിച്ചത്. 3 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 1.5 ചുരുക്കിയിട്ടുണ്ടോ? അതുമില്ല. 2 റക്അത്ത് തന്നെ. പക്ഷെ ഈ 2 റക്അത്ത് ഒരേ ഇമാമിൻ്റെ കീഴിൽ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരേ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന മഅ്മൂമിങ്ങൾക്കും ഇമാമിനും ഒക്കെ കിട്ടുന്ന കൂലി വ്യത്യസ്തമായിരിക്കും. സംഗതി അമലൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? എന്തനുസരിച്ചാണ് പഠിച്ചോൻ കൂലി തരുന്നത്? നമ്മുടെ അതിലുള്ള ഖുശൂ, അതിലുള്ള നമ്മുടെ ഹൃദയഭക്തി, അതിലുള്ള കോൺസെൻട്രേഷൻ, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതിനാണ് 100 ദർജ പഠിച്ചോൻ. 100 ആൾ നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3 നിസ്കാരത്തിൻ്റെ ഒരു നിസ്കാരത്തിന് തന്നെ എത്ര ദർജ ഉണ്ടാവും? 100 ദർജ ഉണ്ടാവും. തട്ടുകളുണ്ടാകും. അതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. അതുകൊണ്ടാണ് അണുത്തൂക്കം. നമ്മളൊരു സുബ്ഹാനല്ലാഹ് എന്നൊരു ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്വർഗത്തിലെ പ്രോപ്പർട്ടി ഇല്ലേ? ഇവിടെ എത്ര ഏക്കറുണ്ട് നിങ്ങൾക്കൊക്കെ? ഒക്കെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുമോ? മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുമോ? അതാർക്കാ കിട്ടുക? അനന്തരാവകാശികൾക്കാണ് കിട്ടുക. وَتَأْكُلُونَ التُّرَاثَ أَكْلًا لَمًّا وَتُحِبُّونَ الْمَالَ حُبًّا جَمًّا. നിങ്ങളുടെ ബാപ്പാൻ്റെ സ്വത്ത് അനന്തരായി കിട്ടിയത് നിങ്ങളുടെ സ്വത്തിലുണ്ടാകും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതുണ്ടാകും. അങ്ങനെ നിങ്ങൾ ഒന്നും കൂടി കൂടുതൽ കൂടിയിട്ടുണ്ടാകും. നിങ്ങൾ മരിച്ചുപോയ നിങ്ങളുടെ മക്കൾക്ക്
അനന്തരാകാനാണത്. അത് മക്കളുടെ അക്കൗണ്ടിലേക്കാണ് പോവുക അല്ലേ? ബാക്കി അക്കൗണ്ട് ബാങ്ക് ബാലൻസ് ഒക്കെ എങ്കിലും നമ്മൾ നോക്കില്ലേ ശരിക്ക് അത് കുറയണ ഒരു പേടിയാണ് കേട്ടോ. അത് കൂടി കൂടി വരുമ്പോൾ ഒരു ആശ്വാസം ഇങ്ങനെ ഉണ്ടാവും. ഈ ബാലൻസ് ആർക്ക് വേണ്ടിയ ബാലൻസ് ആണത്? പേഴ്സണൽ അക്കൗണ്ട് ചിലരൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെയല്ല കേട്ടോ. അവനവൻ്റെ അക്കൗണ്ട് ഉണ്ട്, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. അനന്തരാവകാശികളുടെ അക്കൗണ്ട് ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവനവൻ്റെ അക്കൗണ്ട് ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവനവൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയാ ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന് നോക്കണം, അതേ നമ്മുടെ കൂടെ അങ്ങോട്ട് പോരുള്ളൂ. അപ്പോഴാണ് ഈ ദറജാത്ത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു പറഞ്ഞത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ ഉന്നത പദവി ഏതാണ്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് കാനത് ലഹും, അവർക്കുള്ളത് എന്താണ്? ജന്നാത്തുൽ ഫിർദൗസ്. ഫിർദൗസ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പേരിട്ടുള്ളത്. പറുദീസ, പാരഡൈസ് നമുക്ക് പറയുന്നില്ലേ, ഫിർദൗസ്. അതാണ് അഅലൽ ജന്ന, സ്വർഗത്തിലെ ടോപ്പ് ഏതാണ്? ഫിർദൗസാണ്. അതെവിടെയാണെന്നോ? തഹ്ത അർശിർ റഹ്മാൻ, റഹ്മാനായ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അർശിൻ്റെ നേരെ താഴെയുള്ള, അതാണ് ദർജ ലൂല. ഫഹിയ ഫീ വസ്തിൽ ജന്ന, അത് സ്വർഗലോകത്തിൻ്റെ നടുവിലുമാണത്, ഏറ്റവും ഉയരത്തിലാണ്. വമിൻഹാ തതഫജ്ജറു അൻഹാറുൽ ജന്ന. പിന്നെ താഴെ എത്ര തട്ടുകളുണ്ട്? 99 തട്ടുകളിലേക്കുമുള്ള അരുവികൾ ഉറവ പൊട്ടി ഒഴുകുന്നത് എവിടുന്നാണ്? മിൻ ജന്നത്തിൽ ഫിർദൗസ്. വമിൻഹാ തതഫജ്ജറു, അവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തട്ടും മറ്റേ തട്ടും തമ്മിലുള്ള അകലം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നക്ഷത്രങ്ങൾ നോക്കുന്നില്ലേ മാനത്ത് അല്ലേ? ഭൂമിയിൽ നിന്ന് മാനത്ത് നക്ഷത്രങ്ങളെ കാണുന്ന പോലെയായിരിക്കും ഒരു തട്ടിൽ നിന്നുള്ള ആളുകൾ മറ്റേ തട്ടിനെ കാണുന്നത് അത്ര അകലമായിരിക്കും. അങ്ങനെ എത്ര തട്ടുകളാണ്? ജന്നാത്തുൻ തജ്രിയും ഇങ്ങനെ പോയത് എന്താ സംഗതി എന്നും കൂടി മനസ്സിലാക്കണം. അതാണ് അർളുഹസ്സമാവാതു വൽ അർദ്, അതിൻ്റെ വിശാലത ആകാശഭൂമിയോളമുണ്ട് എന്ന് പറഞ്ഞത്. സമാവാത്ത് സമാവാത്ത് എത്രയാണത്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും അവൻ നീതിമാനാണ് എന്ന്. ഇനി പിന്നെ ഇതിൻ്റെ അവസാനത്തെ ഇതിന് ശേഷമുള്ള ആയത്ത് അദലിനെ കുറിച്ചാണ്, അമാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. നീതിമാനാണ് അല്ലാഹു. നമ്മളൊരു സുബ്ഹാനല്ലാഹ് എന്ന് ഹൃദയംഗമമായി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്വർഗലോകത്ത് നമുക്ക് വേണ്ടി ഒരു ഈത്തപ്പന അവിടെ എന്ത് ചെയ്യും? നടന്നുണ്ടാവും. മനസ്സറിഞ്ഞ് എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലി, അതവിടെ ഉണ്ടാവും, നഷ്ടപ്പെടില്ല. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ സ്വർഗത്തിൽ നമുക്കൊരു സീറ്റ് ഉണ്ട്, അതേപോലെ നരകത്തിലൊരു സീറ്റ് ഉണ്ട്. ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യനും ജനിച്ച ഉടനെ തന്നെ സ്വർഗത്തിലും ഒരു സീറ്റ്, നരകത്തിലും ഒരു സീറ്റ്. എന്നിട്ട് പറയാണ്, പഠിച്ചോ, നമുക്ക് ഹിദായത്തും നൽകി ലലാലത്തും നൽകി. നരകത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി. കേട്ടോ, അത് നമുക്കുമുണ്ട്, മനുഷ്യവർഗത്തിനുമുണ്ട്, ജിന്നുവർഗത്തിനുമുണ്ട്. മലക്കുകൾക്ക് ഇല്ല. മലക്കുകൾക്ക് എന്തില്ല? ഇഖ്തിയാറില്ല, ഫ്രീഡം ഓഫ് ചോയ്സ്.
അവർ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചേ നടക്കൂ. പഠിച്ചവൻ്റെ കൽപ്പനയെ ധിക്കരിക്കാനുള്ള പ്രകൃതന്മാർക്കില്ല. നമ്മളും അങ്ങനെയാ മതിയായിരുന്നു അല്ലേ? തോന്നുന്നുണ്ടോ? ഇതൊരു ഭയങ്കര ഇതാണ് പഠിച്ചോ നമുക്ക് തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു പ്രകൃതിയാണിത്. ഇത്താഴത്തിനും അഴ്സിയാനുള്ള ഈ പ്രകൃതി. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വർഗം നേടൂ. സ്വർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അങ്ങോട്ടായിരിക്കും? അതാണ് ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന. നമുക്കു നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. നമുക്ക് വേണ്ടി സ്വർഗം പണിയുന്നതും നാമാണ്, നരകം പണിയുന്നതും നാമാണ്. അപ്പോൾ നമ്മുടെ അമലുകളാണ്, നമ്മുടെ ഈമാനാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വല്ലദീന ആമനു വഅമലുസ്സാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ, തോട്ടങ്ങളിലേക്ക് നാം അവരെ പ്രവേശിപ്പിക്കും. നമ്മുടെ അമലിനനുസരിച്ചുള്ള വിസ്തൃതി എവിടെ ഉണ്ടാകും? സ്വർഗത്തിൽ. ദുനിയാവ് പഠിച്ചോ നമുക്ക് അവൻ തീരുമാനിക്കുന്നതിനനുസരിച്ച് തരുന്നു. സ്വർഗം നമ്മുടെ അമലുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് നേടിയെടുക്കുന്നു. പിന്നെ അവിടെയുണ്ട് പഠിച്ചോൻ്റെ എന്ത് അധികം. സ്വർഗം കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ സൂറ കാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലേ? വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. എന്താ സ്വർഗത്തിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻസ്? സ്വർഗം നേടാൻ ഒന്ന് മുത്തഖിയാകണം. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബ്. അവ്വാബ് എന്താ? അള്ളാഹുവിലേക്ക് അനുദപിച്ചു മടങ്ങുന്നവനാകണം. ഹഫീൽ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കുന്നവനായിരിക്കണം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയ്ക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായിരിക്കണം. വജാഅ ബിഖൽബിൻ മുനീബ്, പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടി അള്ളാഹുവിലേക്ക് വന്നെത്തിയവനായിരിക്കണം. ഈ 5 യോഗ്യതകൾ നേടിയാൽ ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടെ ആ സ്വർഗീയ തോപ്പുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്. ഈ ആയത്തിൻ്റെ അവസാനം അതാ പറയുന്നത്, ഖാലിദീന ഫീഹ. എന്താ പറയുന്നത്? ഖാലിദീന ഫീഹ അബദ. ദാലിക യൗമുൽ ഖുലൂദ്, അനശ്വരതയുടെ ദിവസമാണെന്ന്. യൗമുൽ ഖുലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരിക്കലും നിങ്ങൾക്ക് മരണമില്ല, നാശമില്ല. ദാലിക യൗമുൽ ഖുലൂദ്. പിന്നെന്താ? ലഹും മാ യശാഊന ഫീഹ. ആ സ്വർഗത്തിൽ എന്താണുള്ളത്? അവർ ആഗ്രഹിക്കുന്നത്, അവർ ഉദ്ദേശിക്കുന്നതൊക്കെ അവിടെ കിട്ടുന്ന. ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചതെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ കിട്ടിയാലൊന്ന് കൈവക്കി. ആരുമില്ല. ഉദ്ദേശിച്ചിട്ടല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ പൂവണിഞ്ഞിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ നിരാശരാണോ? നിരാശരാണോ? അല്ല. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതും കിട്ടൂല, മുഴുവൻ കിട്ടിയിട്ടില്ല അല്ലേ? കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ നമ്മളെ കൊതി തീരുമോ? ആഗ്രഹം തീരുമോ? പൂതി തീരുമോ? അതാ റസൂല് പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഒരു താഴ്വര മുഴുവൻ സ്വർണം തന്നാൽ, സ്വർണത്തിൻ്റെ താഴ്വര തന്നാൽ എന്താ നിങ്ങൾ ആഗ്രഹിക്കുക? അപ്പുറത്ത് ഇങ്ങനെ പാടിയേക്കും. രണ്ടാമത്തെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അത് ഇവിടുത്തെ തീരൂല. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ഒരു ലോകമാണിത്, സ്വർഗം. കൊതിച്ചതൊക്കെ കൊതിക്കാൻ മറന്നു പോകരുത് കേട്ടോ. എവിടെ എത്തിയിട്ട്? സ്വർഗത്തിൽ. അതിന് പുറമെ നിങ്ങൾ ആഗ്രഹിച്ചതിന് പുറമെ നിങ്ങൾക്ക് വേറെയും അധികമായി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ലോകമാണേത്? സ്വർഗ്ഗം. ഇവിടെ ഇപ്പോൾ നമുക്ക് സൗന്ദര്യത്തിനൊരു കുറവുണ്ടെന്ന് തോന്നലില്ലേ?
ആരോഗ്യത്തിന് കുറവുണ്ട് എന്നൊരു തോന്നലില്ലേ അല്ലേ? സൗന്ദര്യത്തിന് ഒന്നും കൂടി ഒന്ന് മിനുങ്ങണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളതിന് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും. പലതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? സ്വർഗത്തിലെത്തിയാൽ അവിടെ എത്തിയാൽ എന്ത് ചെയ്യും? സൗന്ദര്യം ഇങ്ങനെ വനദൈന മസീദ്. അവിടെ കൂടാത്ത ഒരു സംഗതി ഉണ്ട്. അതെന്താ? പ്രായം. പ്രായം കൂടണം? പ്രായം കൂടില്ല. അതുമല്ല, എല്ലാവർക്കും ഒരേ പ്രായം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന ഔറാൻ സാഹിബിൻ്റെ പ്രായമല്ല നിങ്ങളെ പ്രായം അല്ലേ? ആ എല്ലാവരും അതെ. ഓ സബ്സെ ഓക്കെ. പക്ഷെ അവിടെ ചെന്നാൽ സപ്പോസ് നിങ്ങൾ സങ്കല്പിക്കട്ടോ, ഇത് സ്വർഗത്തിൻ്റെ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അവിടെയുള്ള അബ്ബേ ക്ലാസ് ഉണ്ടാക്കും എന്ന് വിചാരിച്ച് അത് ബേജാറാകും വേണ്ട. അവിടെയുണ്ട് റബ്ബേ ഖുർആൻ ക്ലാസ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരേ പ്രായമായിരിക്കും. മാ ബൈന സലാസീന വ സലാസിൻ വ സലാസീൻ. എല്ലാവരും 30-ൻ്റെയും 33-ൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രായം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേ പ്രായം. അധികരിക്കാത്തൊന്നായിരിക്കും അവിടെ എന്ത് പ്രായം. അവിടെ വയസ്സാകൂല. ഔറാൻ സാഹിബൊക്കെ അവിടെ ഇങ്ങനെ ചെന്നാലുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ, യുവത്വത്തിൻ്റെ ആ ചോരത്തലപ്പിലൊക്കെ ഇങ്ങനെ വിചാരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ പോകണ്ടേ? ആ ആഗ്രഹം വേണം, പ്രതീക്ഷ വേണം, പ്രാർത്ഥന വേണം. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ലോകം. വീണ്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ അതിരും എതിരുമില്ലാതെ നമുക്ക് ചൊരിഞ്ഞു തരുന്ന ലോകം. മാത്രമല്ല, സ്വർഗത്തിൽ നുസിൽ എന്നാ പറയും. നുസിൽ എന്ന് പറഞ്ഞാൽ എന്താണോ? വിരുന്ന സൽക്കാരെന്ന നുസിൽ. ഫിർദൗസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? നുസുലം മിൻ. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് നുസുലം മിൻ ഗഫൂരിർ റഹീം. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ വിരുന്നാകുന്നിവിടെ സ്വർഗം. വിരുന്ന് നമ്മളവിടെ വിരുന്നിൻ്റെ അന്നൊന്നും ഉഷാറാവും അല്ലേ? എല്ലാ ദിവസവും വിരുന്നാകുമോ? സ്വർഗത്തിൽ എല്ലാ ദിവസവും വിരുന്ന്. അത് ആരുടെ വിരുന്ന്? നുസുലം മിൻ ഗഫൂരിർ റഹീം. ഗഫൂറുർ റഹീമുമായ അള്ളാഹുവിൻ്റെ വിരുന്ന് അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. ഇടയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വരും. എന്നിട്ട് ചോദിക്കും, എന്താ നിങ്ങൾക്കിനി വേണ്ടത്? എന്താ വേണ്ടത്? ആരാ ചോദിക്കുന്നത്? റബ്ബ് നമ്മോട് ചോദിക്കുകയാണ്. റബ്ബേ, ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ എമ്പാടുണ്ട്, മതിയായി എന്ന് പറയും. ഇനി ഒന്നും വേണ്ടേ എന്ന് ചോദിക്കും പഠിച്ചോൻ. എന്നെ നിങ്ങൾക്ക് കാണേണ്ടേ എന്ന് ചോദിക്കും. ആരെ? റബ്ബിനെ കാണേണ്ടേ. റബ്ബിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മസീദ് എന്ന് പറഞ്ഞിടത്ത് മുഫസ്സിറുകൾ പറഞ്ഞാൽ എന്താണെന്നോ? പിന്നെ സ്വർഗസ്ഥരായ ആളുകൾക്ക് ബാക്കി ഉണ്ടാകുന്ന ഒരൊറ്റ കാര്യം എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള തിരുമുൽ കാഴ്ച. ഖുർആനിൽ എത്ര സ്ഥലത്താണ് ലിഖാ എന്ന് പറഞ്ഞത്? ലിഖാ എന്താണ്? നേർക്കുനേരെയുള്ള കാഴ്ചക്കാണ് ലിഖാ എന്ന് പറയാം, കണ്ടുമുട്ടൽ. ഫമൻ കാന യർജു ലിഖാ യൗമിഹി അല്ലേ ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് വല്ലവനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അമലു സ്വാലിഹായിട്ട് പോകണം. ഇവിടുന്ന് അമല് സ്വാലിഹാണ് എന്നുള്ള ഉറപ്പ് വരുത്തും വേണം. അമല് സ്വാലിഹ എന്നുള്ളൊരു വിചാരം പോലെ ഉറപ്പ് വരുത്തണം നമ്മുടെ അമലുകളൊക്കെ സ്വാലിഹാകുന്നുണ്ട് എന്ന്. ഒരു അമല് സ്വാലിഹാകാനുള്ള നിബന്ധനകളും ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇഖ്ലാസാണ്, ഏകദൈവ വിശ്വാസം, തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്തവൻ്റെ അമല് പഠിച്ചവന് വേണ്ട. രണ്ടാമത്തേത് മരണാനന്തര ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തിന് പ്രതിഫലം കിട്ടണമെന്നുള്ള ബോധം, ഈമാൻ, ഇഹ്തിസാബ്. മൂന്നാമത്തേത് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ഒരു റൂട്ടുണ്ട്.
അതേത് റൂട്ടിലൂടെ ആകണം? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതിയിലാകണം. ആ റൂട്ട് തെറ്റിയാൽ അമല് ബാത്തിലായി പോകും. പക്ഷെ ഇതങ്ങനെ കൂട്ടുണ്ടാവും മനുഷ്യന്മാർ, അല്ലേ? വുജൂഹു യൗമഇദിൻ അല്ല, ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ. ആദ്യം തന്നെ നായിമയാ. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. ആമില നല്ലവണ്ണം പണിയെടുത്ത് അധ്വാനിച്ച്, നാസിബ ക്ഷീണിച്ചിട്ടുണ്ടാകും. അമല് ചെയ്യാത്തതല്ല, ആമിലത്തുൻ നാസിബ. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? തസ്ലാ നാറൻ ഹാമിയ. സലിയ യസ്ല അവിടെ വന്നല്ലോ, അസ്ല യുസ്ലി. അധ്വാനിച്ചിട്ട് നരകത്തിലേക്ക് പോകരുത്, പണിയെടുത്തിട്ട്. അപ്പോൾ കഠിനാധ്വാനം ചെയ്ത് അമല് നല്ലോണം ചെയ്ത് നരകത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? റൂട്ട് തെറ്റുമ്പോഴാണ് അമലിൻ്റെ. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത രീതിയിൽ നബിയുടെ സുന്നത്തിൽ നിന്ന് തെറ്റിപ്പോയി അമല് ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ, അല്ലേ? ഉദാഹരണം, നേർച്ചയാക്കുക എന്നുള്ളതൊരു ഇബാദത്താണ്, അല്ലേ? നേർച്ച ഇബാദത്തല്ലേ? ആ നേർച്ച ആർക്ക് മാത്രമേ പാടുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. അപ്പം ഇങ്ങനെ നേർച്ച സീസണാ തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ, അല്ലേ? ആനകളൊന്നും കിട്ടാനില്ല എന്നാണ് പറയുന്നത്. ചില സീസണിലുണ്ടല്ലേ ബുക്ക്, പിന്നെ ബസ്സൊക്കെ ബുക്കഡായി പോയിട്ടുണ്ട് പറയുന്ന മാതിരി. കേരളത്തിൽ ആനകളെ കിട്ടാൻ പ്രയാസം ഉണ്ടാകുന്ന ഒരു കാലമാണ് ഇത്, നേർച്ച കാലം. കാരണം എന്താ? ആനകൾ വേണം, നല്ല നേർച്ച എന്താകുള്ളൂ, ഗംഭീരാകുള്ളൂ. ഈ കൊല്ലം നമുക്ക് 15 ആനയുള്ളൂ, അടുത്ത കൊല്ലം എത്രയാകണം? 20 ആകണം. എന്നാലും അധികം ആൾക്കാർ മരിക്കുള്ളൂ, നേർച്ചക്ക് വരുന്നുള്ളേ. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ അടുത്തൊരു എവിടെയാണ്? പുതിയങ്ങാടിയാണ്. ആ പുതിയങ്ങാടി നേർച്ച നമ്മളിൽപ്പെട്ടതെല്ലാം അറിയുന്നുണ്ട് ഇപ്പോൾ. അത് കേട്ടില്ല നിങ്ങൾ? പുതിയങ്ങാടി നടക്കണ നേർച്ച അത് നമ്മളിൽപ്പെട്ടതല്ല, വേറെ നേർച്ചയാണ്. ഏതായാലും അവിടെ സംഭവിക്കുന്ന സംഗതി നോക്കൂ നിങ്ങൾ. ആനക്ക് മതമിളകിയാലും ആന ഇടഞ്ഞാലും ഇത് നേർച്ചക്ക് വന്ന ആൾക്കാരാണ് ആനക്കുണ്ടാവുക. പിടിച്ച് വലിച്ചെറിയാണ് മനുഷ്യന്മാർ. ഇവിടെ ആനുണ്ടോ? അപ്പവാണിപ്പോൾ നേർച്ച തുടങ്ങി. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നത് എന്താ? നല്ല അമലാന്ന് കരുതിയിട്ടല്ലേ ചെയ്യണത്? അതല്ലേ? ആമിലത്തുൻ നാസിബിയാണത്, പണിയെടുക്കുന്നതാണ്, അധ്വാനിക്കുന്നതാണ്. അത് നമ്മൾ ശരിക്ക് കരുതണം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്വർഗലോകം. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. അതിലേറ്റവും പരമമായ ഒരു അനുഗ്രഹവും അള്ളാഹുവിൻ്റെ സമ്മാനവുമായി നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിന് കഴിവുണ്ടോ? ഇല്ല. നമുക്ക് എത്ര ആൾ ഇവിടെ ക്ലാസ് വെച്ചിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ നിന്ന് ഇത് ഉപയോഗിക്കണില്ലേ? ഇവിടുത്തെ സാധാ സംഗതിനെ കാണാൻ കഴിയണില്ല നമുക്ക്. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ക്ലാസ് വെച്ചു. മലക്കുകൾ ഇപ്പം എൻ്റെ അടുത്തില്ലേ? ഇത് കാണാൻ കഴിയുന്നുണ്ടോ മലക്കുകളെ? നിങ്ങളെടുത്തില്ലേ? ഇവിടെ ക്ലാസ്സിലിരിക്കണില്ലേ? ഇവിടെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് മലക്കുകൾ. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും. ഈ സദസ്സ് നമ്മൾ പിരിയുന്നത് വരെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് പുറത്തു കൊടുക്ക റബ്ബേ, കരുണ ചൊരിയ റബ്ബേ. ഈ ഇരുത്തം കടപ്പുറത്തിരുന്നാൽ അവിടെ ചെന്ന് മലക്കുകൾ ദ്വാരക്കോ? കടപ്പുറത്തിരിക്കുന്നവർക്ക്. അപ്പോൾ ഈ സദസ്സിൻ്റെ കൂടി എന്താണ് പ്രത്യേകതയാണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സദസ്സായതുകൊണ്ടാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുറച്ചുകൂടി നീങ്ങിയിരിക്കും, കുറച്ചും കൂടി നീങ്ങിയിരിക്കും. അവിടെയൊക്കെ ജിന്നുകൾ ഇരിക്കുന്നുണ്ടാവും ക്ലാസ്സിൽ. അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതിയപ്പോൾ കേൾക്കാൻ ആര് വന്നിട്ടുണ്ട്? ജിന്നുകൾ വന്നിട്ടുണ്ട്. ഈ ഖുർആൻ ഓർക്കും കൂടി അവകാശപ്പെട്ടാണ്. സ്വർഗത്തിലും നരകത്തിലും ആരുണ്ട്? ജിന്നുണ്ട്. സൂറത്തുർ റഹ്മാനിൽ 31 തവണ പറയുന്നുണ്ട് അല്ലേ? ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകദിബാൻ. ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ,
നിങ്ങളുടെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബി സുൽത്താൻ. നരകത്തിന് വേണ്ടി തയ്യാറാക്കിയ കാര്യം വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഇനി ഖുർആൻ ഇതുപോലെയുള്ള ഒരു ഖുർആൻ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചപ്പോൾ ആരെയും വെല്ലുവിളിക്കുന്നുണ്ട്? ആരെയും? ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പഠിച്ചോ വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് അവർക്കും കൂടി ഇല്ലതാണ്. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്കൊരുക്കി വെച്ച ഈ സ്വർഗീയ സുഖാനന്ദങ്ങളിൽ പ്രവേശിക്കാനും അത് അനുഭവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി സ്വർഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഖാലിദീന ഫീഹാ അബദ, കാലാകാലം അവർ അതിൽ താമസിക്കുന്നവരായിരിക്കും. മടുപ്പ് എവിടെയല്ല, മടുപ്പുണ്ടാണ് ലോകാണിത് ദുനിയാവ്. സ്വർഗത്തിൽ എന്തില്ല? മടുപ്പില്ല. ഒരേ ഭക്ഷണം തന്നെ കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? മടുക്കും. ഒരാളിങ്ങനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ചോദിച്ചപ്പോൾ ഒരേ ഭക്ഷണം ഇല്ല ചായ എന്ന് പറഞ്ഞാൽ ചായ ഒഴികെ ചായൻ്റെ കൂടുതലേക്ക് ഒരാളെ മുപ്പത് ചായക്ക് അഡിക്റ്റായ ഒരാളാണ്. ഒരേ സംഗതി അനുഭവിച്ചാൽ മടുപ്പില്ലാത്തൊരു സംഗതി എന്താണ്? ഇല്ല ചായ, ചായ ഒഴികെ എന്നൊരാൾ തമാശ പറഞ്ഞാണ്. ചിലതിങ്ങനെ എത്ര കുറിച്ചാലും അതന്നെ ഒരേ സംഗതി, മറ്റൊരേ ഭക്ഷണം തന്നെയായാലും എന്ത് ചെയ്യും? മടുക്കും. പക്ഷെ സ്വർഗത്തിൽ എന്തില്ല? മടുപ്പില്ല. മാത്രമല്ല ഒരേ സംഗതിയല്ല സ്വർഗത്തിൽ കിട്ടുക. അവിടെ ഉള്ളതെല്ലാം ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും. ഫ്രൂട്ട്സ് താല്പര്യമില്ലാത്ത ആരെങ്കിലും ഇതുണ്ടോ? മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണിത്, ഫ്രൂട്ട്സ്. 3 നേരം ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യുക? വേണ്ട അറിയാം. ഫ്രൂട്ട്സ് തിന്നിട്ട് മടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കി. ഫ്രൂട്ട്സ് തിന്നിട്ട് മടുത്ത്. ആ പഠിച്ചവൻ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പാനീയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് എന്ത് പറയുന്നുണ്ട്? പിന്നെ പക്ഷിമാംസത്തെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വലഹ്മി ത്വയ്രി മിമ്മാ യശ്തഹൂൻ, നിങ്ങൾ കൊതിക്കുന്ന ലഹ്മത്വയം, പക്ഷിമാംസം. എടാ കൂട്ടുന്ന ആ കോഴിയല്ല. ഏതൊക്കെ പക്ഷികളുണ്ടോ നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷികളുടെ എല്ലാം മാംസം അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടെയുണ്ട്. അവിടെ നമ്മൾ ശാശ്വതരായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. ഇപ്പോൾ തന്നെ വയറ് നിറഞ്ഞില്ലേ? അതെല്ലാം എല്ലാ കാലത്തും ഫ്രൂട്ട്സ് ലഭ്യമാണ്. വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുശിൻ മർഫൂഅ പറയണ്ടേ? ഫാകിഹത്തിൻ കസീറ, ധാരാളം. ലാ മഖ്തൂഅ വലാ മംനൂഅ, അത് ഒരിക്കലും നിങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകുന്നില്ല. മഖ്തൂഅ എന്ന പീസാക്കിയതെന്ന് മാത്രമല്ല അർത്ഥം, എല്ലാ കാലത്തും ലഭ്യമായത്. മംനൂഅ, നിങ്ങളിൽ നിന്ന് അത് തടയപ്പെടൂല, കിട്ടും. എങ്ങനെ വേണോ അങ്ങനെ തന്നെ കിട്ടുന്ന ഫ്രഷായിട്ടല്ലേ. നമ്മൾ ഒരു മരത്തുമെന്ന് പറിച്ച് തിന്ന ആപ്പിളൊക്കെ കൊതിക്കുന്നില്ല നമ്മൾ? അങ്ങനെ തന്നെ. അതിനെന്ത് ചെയ്യുന്നു? ആപ്പിളിൻ്റെ മരത്തിൻ്റെ അരികിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കൊമ്പ് അറിയാതെ നമ്മുടെ മുമ്പക്ക് ചാഞ്ഞു വരും. ഖുതൂഫുഹാ ദാനിയ, കേട്ടോ? അതിൻ്റെ കുലകൾ നിങ്ങളോട് അടുത്ത് വരും. ഇവിടെയാണെങ്കിൽ തോട്ടി കെട്ടണം അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും എറിഞ്ഞിട്ട് കയറി പറിക്കൊക്കെ വേണം. അവൻ വേണ്ട, നിങ്ങളായിരിക്കും ഖുതൂഫുഹാ ദാനിയ. ഇത്ര സൗകര്യമാണ്. കുലു വശ്റബു ഹനീഅൻ, മംഗളമായി സുഭിക്ഷമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പിന്നെന്താ വേണ്ടത്? വയറൊക്കെ നിറഞ്ഞ്. ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, നിങ്ങൾക്കവിടെ
പരിശുദ്ധരായ ഇണകളുണ്ട്. ഇണകൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ മനസ്സിൽ പെണ്ണുങ്ങളെ വരുള്ളൂ. പെണ്ണുങ്ങളെ മനസ്സിൽ ഇണകളാരാ? ആണുങ്ങൾ. അസ്വാജ് എന്നതിനെ ഭാര്യമാർ എന്നർത്ഥം പറയട്ടെ ആരും കേട്ടോ. അസ്വാജ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യമാരാ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുമാണ് ആര്? ഇണകൾ. അതാണ് ഖുർആന്റെ പ്രയോഗം. അറബി ഭാഷയുടെ പ്രയോഗം അതാണ്. സൗജ്, അസ്വാജ്, പരിശുദ്ധരായ ഇണകൾ. എല്ലാ നിരക്കുമുള്ള പരിശുദ്ധി പുലർത്തുന്നവർ. അത് ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധി പുലർത്തുന്നവർക്കാണ് പരലോകത്ത് എന്തുള്ളത്? സ്വർഗ്ഗമുള്ളതെന്ന് പറഞ്ഞല്ലോ. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലമിനലി മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഒരു വിശ്വാസിയുടെ അയാളുടെ ജീവിതത്തിലെ പരിശുദ്ധി എന്ന് പറയുന്നത് ഈ രണ്ട് അവയവങ്ങളെ അവൻ സൂക്ഷിക്കലാണ്. ഒരു മനുഷ്യൻ്റെ പരിശുദ്ധി എവിടുന്ന് തുടങ്ങണം? രണ്ട് അവയവങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാ ബൈന ലിഹിയൈഹി, അവൻ്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം. അതാണ് ഇത് നാവ്. നാവിനെ കരുതിക്കോളി, സ്വർഗ്ഗമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവം, അതാണെന്ത്? നമ്മുടെ ജനനേന്ദ്രിയം, നമ്മുടെ ഗുഹ്യസ്ഥാനം. അതുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് ജീവിത പരിശുദ്ധിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്ന് തുടങ്ങണം. അതാ റസൂൽ പറഞ്ഞത്, മൻ ലമിനലി മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഈ രണ്ട് അവയവങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നതിന് ഞാൻ ജാമ്യക്കാരനാണെന്ന്. ആര്? റസൂലുള്ളാഹി. അൽമൻ ലഹുൽ ജന്ന. ഈ ഉറപ്പ് ജീവിതത്തിൽ നമുക്ക് വേണം. ആ ത്വഹാറത്ത് മുത്തഹറ എന്നൊക്കെ പറയും, ജീവിത പരിശുദ്ധി. അവിടെയും പരിശുദ്ധരായ ഇണകളായിരിക്കും, ആണും പെണ്ണും. അവിടെ എന്താണ്? പിന്നെ അസ്വാജ് എന്നുള്ളത് ബഹുവചന രൂപത്തിൽ പ്രയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ മുത്തഹറത്ത് പിന്നെ സ്ത്രീലിംഗ രൂപത്തിൽ വന്നിട്ടുള്ളത്. പെണ്ണുങ്ങളെ പറ്റിയാണെന്ന് ആരും കരുതണ്ട. ഇണകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണിന് പെണ്ണും പെണ്ണിന് ആണും ഇണയാണ്. ക്ലിയർ ആണല്ലോ? വനുദ്ഖിലുഹും ളില്ലൻ ദലീലാ. അങ്ങനെ നാം അവരെ പ്രവേശിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ളില്ല് എന്ന് പറഞ്ഞാൽ തണലാണ്. ലലീൽ എന്ന് പറഞ്ഞാൽ ഇടതൂർന്നത്, സ്ഥിരമായി നിൽക്കുന്ന തണൽ. ഇവിടെയുള്ള തണൽ സ്ഥിരമായി നിൽക്കുമോ? ദുനിയാവിലെ തണൽ സ്ഥിരമായിട്ടുണ്ടാകുമോ? തണൽ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് സൂര്യപ്രകാശത്തിനനുസരിച്ചാണ് ഇവിടുത്തെ തണലുണ്ടാകുന്നത്. രാത്രിയായ തണലില്ല. പക്ഷേ അവിടെ ലില്ലുൻ ലലീലാണ്. ലലീൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായി നിൽക്കുന്ന ഇടതൂർന്ന തണൽ. ഗ്യാപ്പില്ലാത്ത വിധത്തിലുള്ള നിങ്ങൾക്ക് തണുപ്പും കുളിർമയും ശീതളവുമായി കൊണ്ടിരിക്കുന്ന തണലായിരിക്കും അള്ളാഹുവിൻ്റെ തണൽ. അതാണ് ലലീൽ എന്ന വിശേഷണം എന്തിനു കൊടുത്തിട്ടുള്ളത്? ലില്ലിൻ്റെ വിശേഷനാണെന്ത്? ലലീൽ. ലില്ലൻ ദലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, സത്യവിശ്വാസികളും സച്ചരിതരുമായ ആളുകൾക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ള ജന്നത്തുൽ ഫിർദൗസ്, അനശ്വര സുഖാനന്ദത്തിൻ്റെ പരിശുദ്ധഗേഹമായ സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ. ഈ ക്ലാസ്സിൽ ഞങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയ പോലെ അവിടെയും ഞങ്ങളെ നീ സംഗമിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.